എല്ലാവർക്കും എൻജോയ് ദി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ പിന്നെ വിത്തുകൾ, അതുപോലെ അഡീനിയൻ ചെടികൾ, അറേബ്യക്കൻ ചെടികൾ, ഇതൊക്കെ അറേബ്യക്കൻ ചെടികളാണ്. ഇതുപോലുള്ള ചെടികൾ, അതുപോലെ ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒത്തിരി വിത്തുകളും അതുപോലെ തന്നെ ഒത്തിരി പ്ലാന്റ്സുകൾ, ഏത് ടൈപ്പിലുള്ള പ്ലാന്റ്സ്, ബേബി പ്ലാന്റ്സ്, മീഡിയം സൈസ്, ബിഗ് സൈസ്, ഏത് ടൈപ്പിലുള്ള പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം അറേബ്യക്കൻ പ്ലാന്റുകളുടെ വിത്തുകൾ മുളപ്പിച്ചിട്ടുള്ള സീഡ്ലിങ്ങുകളാണ്. ഇതുപോലത്തെ വലിയ ചെടികളുടെ വിത്തുകൾ എടുത്തിട്ട് നമ്മൾ മുളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊരു ബ്ലാക്ക് ഹാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയുടെ 5 സീഡ്ലിംഗ് ആണ്. 1 2 3 4 5. ഈ 5 സീഡ്ലിങ്ങിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഒരു സീഡ്ലിങ്ങിന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം വെറിഗേറ്റഡ് ആയിട്ടുള്ള സീഡ്ലിംഗ് ആണ്. ഇതിനെ നമ്മൾ ഇനി ഒരു വേറൊരു രീതിയിൽ, അതായത് ഇത്രയും ചെറിയ സീഡ്ലിങ്ങുകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും. നമ്മൾ പറയാം അതിനെ നാനോ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അതായത് ഒത്തിരി ചെറുത് ഇതിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണത് അതുപോലെ സാധാരണ അഡീനിയൻ ചെടിയിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ ഇത്രയും ചെറിയ ചെടി നമ്മൾ, അതായത് ഒരു 2 ആഴ്ച 3 ആഴ്ച പ്രായമായിട്ടുള്ള ചെടി, ഒരു സീഡ്ലിങ്ങിനെ നമ്മൾ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യണു, അത് എന്തിനാണ് ചെയ്യണത്, അതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വലിയ വലിയ അറേബ്യക്കങ്ങളുടെ ചെടികളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ റൂട്ടുകൾ, അതുപോലെ ഒരു സൈഡിലെ റൂട്ടുകളൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗോൾഡൻ റൂട്ട്, അതായത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഒരു റൂട്ടിനെ മാത്രം ഞാൻ വീഡിയോയുടെ ഒരു സൈഡിൽ ഞാൻ അങ്ങനത്തെ 2-3 പിക്ചറുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഫറൻസിന് കാണിച്ചു തരാം. അത് ഗോൾഡൻ റൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഗോൾഡൻ റൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ ഒരു ഗോൾഡൻ റൂട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ നാനോ ഗ്രാഫ്റ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യാൻ പോണത്. ഈ നാനോ ഗ്രാഫ്റ്റിങ്ങിൽ ഈ ഒരു സീഡ്ലിങ്ങിന് മാത്രം നമുക്ക് ലേശം പ്രത്യേകതയുണ്ട്. ഇതൊരു വൈറ്റിഷ് കളറിലാണ് ഇതിൻ്റെ ഇലകളെല്ലാം. ബാക്കി 4 ലീഫിനും നമുക്ക് നല്ല ഗ്രീൻ കളറിലാണ് അതിൻ്റെ ഇലകളുടെ കളർ വരുന്നത്. ഇതൊരു വൈറ്റിഷ് കളറിൽ. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തണ്ട്, അതായത് കോഡക്സിൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ വൈറ്റ് കളറിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി അടുത്തുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. ഇതിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 സീഡ്ലിങ്ങിൽ ഈ ഒരു സീഡ്ലിങ്ങിന് മാത്രം നമുക്കൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഒരു വൈറ്റ് കളറിലാണ് ഇത് കാണുന്നത്. ഇത് ഫുൾ ബ്രൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തോരം ഇത് ഉണ്ടെന്ന് മനസ്സിലാവില്ല. എന്നാലും ഇതൊരു വെറിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സീഡ്ലിംഗ് ആണ്. ഇതിൻ്റെ ഒരു ലീഫിനൊക്കെ ഒരു വൈറ്റ് കളർ ഒക്കെയാണ്. മറ്റുള്ളതൊക്കെ നല്ല ഗ്രീൻ കളറിലേക്ക് ഷെയ്ഡ് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലൊരു വൈറ്റ് ഷെയ്ഡ് കണ്ടോ. എന്നാൽ ഇതിനൊക്കെ ഒരു ഗ്രീൻ കളറിൽ ഉള്ള ഒരു ഷെയ്ഡിലേക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെറിയ സീഡ്ലിങ്ങുകളാണ് നമ്മൾ ഗോൾഡൻ റൂട്ടിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നാനോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. കേട്ടോ, നിങ്ങൾക്കിത് കൂടുതൽ ഇതിൻ്റെ വ്യക്തത ഒരു അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ കളർ വെറൈറ്റീസ്. അതായത് ഈ ഒരു ചെറിയ സീഡ്ലിങ്ങിൻ്റെ കളർ ടോൺ വ്യത്യാസം. നമ്മൾ ഇനി ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനെ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുതിയൊരു ബ്ലേഡ് ഇടുക, പുതിയൊരു ഷാർപ്പായിട്ടുള്ള പുതിയ ബ്ലേഡ് ഇടുക. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഇത് മറ്റേ ഡെറ്റോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്ന് ക്ലിയർ ആക്കിയോളൂ. കാരണം ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇത് ഒത്തിരി ചെറിയ കുട്ടിയാണ്, ഒരു 2-3 ആഴ്ച പ്രായമായിട്ടുള്ളൂ. ആ കുട്ടീനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ ആയിരിക്കും ഒത്തിരി വിത്തുകൾ നിങ്ങൾ മുളപ്പിക്കുന്നുണ്ടാവും. ഇത് സാധാരണ അടീനിയത്തിലും കിട്ടും കേട്ടോ. അടീനിയത്തിൽ ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ നിങ്ങൾക്ക് അതിൻ്റെ സീഡ്ലിങ്ങുകൾ കിട്ടുകയാണെങ്കിൽ ആ സീഡ്ലിങ്ങുകളുടെ പ്രത്യേകിച്ച് അത് ഒത്തിരി വലുതാവില്ല, അത് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ അതിനെ പിടിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഗോൾഡൻ റൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ നാനോ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഇതിനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഗ്രാഫ്റ്റ് മില്ലിക്ക് പിടിക്കാനായിട്ട് ഒരു പോർഷൻ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇതേ
ഈ ഒരു സ്റ്റെമ്മൻ ഈ ഒരു സീഡ്ലിംഗ് തന്നെയാണ് നമ്മൾ അതിലേക്കുള്ള ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഷാർപ്പായിട്ട് ഒരു പീസ് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിനെ മെല്ലെ ഇവിടെ വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലേഡിൻ്റെ മറുവശം എടുക്കുക. നമ്മൾ ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ അതിനെയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഒരു ഈ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുമ്പോൾ ജസ്റ്റ് ഇതുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ വെച്ച് കൊടുക്കുക. ഇത് കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ സമയം മെനക്കെടുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ആ ഗ്രാഫ്റ്റ് കറക്റ്റായിട്ട് അതുമിലേക്ക് ചെയ്തില്ലേ. ഇതിനെയാണ് നമ്മൾ നാനോ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഗോൾഡൻ റൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി അടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഗ്രാഫ്റ്റ് കറക്റ്റായിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്ലൂ വരെ നമുക്ക് ഇതിൽ നിർത്താൻ പറ്റില്ല. നമ്മൾക്ക് ഈ ഒരു പീസ് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് ആ ഒരു ഇതിൻ്റെ മുകളിലെ ഭാഗം നമ്മൾ കട്ട് ചെയ്തത്. ഇതിൽ കട്ട് ചെയ്ത ഭാഗം നമ്മൾ നേരെ ഇതുമ്മലും കൊണ്ടുവയ്ക്കും, ചെടി നശിച്ചു പോവാതിരിക്കാനായിട്ട്. ഇരിക്കാനില്ല, കയ്യൊക്കെ നന്നായി വറക്കുന്നുണ്ട്. പൂച്ചേനെ കൊന്നുണ്ടെന്നാവോ. വേണ്ട. ഇപ്പം നമ്മളതിനെ ആ ഒരു വൈറ്റ് ലീഫുള്ള ഒരു പ്ലാന്റിൻ്റെ ഇത് നമ്മൾ അതുമ്മിലും വെറുതെ വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് ചെയ്യാമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലാന്റിനെയാണ്. നമ്മൾ ഈ അടിഭാഗത്തെ കോഡക്സ് മാത്രം നമുക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മാത്രമാണ് ഇനി അടുത്തൊരു പ്രോസസ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോൾഡൻ റൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് നമ്മൾ ഗോൾഡൻ റൂട്ട് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഗോൾഡൻ റൂട്ട് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയുള്ള നാനോ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്തിട്ടാണ്. ഇതൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്യാത്തത് എന്താ കാര്യം വെച്ചാൽ ഇതിനെപ്പറ്റി ആർക്കും ഒരു അറിവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെടുത്ത് കുറച്ചുകൂടി വേറെ പ്ലാൻസുകളുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഇനി അങ്ങനെ ഗോൾഡൻ റൂട്ട് ചെയ്തിട്ടുള്ള പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് അയച്ചു തരാം. വിലയുണ്ട് കേട്ടോ ആ വക പ്ലാന്റിനൊക്കെ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ നാനോ ഗ്രാഫ്റ്റിങ്. ഇത് നമുക്ക് അഡീനിയൻ ചെടിയും ചെയ്തെടുക്കാം, അതിൻ്റെ സീഡ്ലിങ്ങിൽ ചെയ്തെടുക്കാം, അറേബിക്കൻ ചെടികളുടെ സീഡ്ലിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ കവർ ചെയ്ത് വെക്കുക. കവർ ചെയ്യാൻ മീൻസ് ഇത് ചിലപ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പോവും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനെ ഈ ഒരു കുപ്പിയുടെ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഇറക്കി വയ്ക്കുക. പറഞ്ഞ മനസ്സിലായി. നമ്മൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ അധികം ഇനി ശ്രദ്ധിക്കില്ല. ഇത് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. ചിലപ്പോൾ ഇത് നന്നായി ഉണ്ടാവും. നമുക്ക് കെയർ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ആ അടിഭാഗത്തെ ഗോൾഡൻ റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ആ ഗ്രാഫ്റ്റിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കുപ്പിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സോ എന്തെങ്കിലും കാറ്റടിച്ച് കഴിഞ്ഞാൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. കാരണം അതിന്മേ ഗ്ലൂ ചെയ്തിട്ടില്ല, നമ്മൾ ടാപ്പ് ഒട്ടിച്ചിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതിന് തോന്നുന്നു എനിക്ക് വീഴണം എന്ന് തോന്നി കഴിഞ്ഞാൽ
ചിലപ്പോൾ നല്ല കാറ്റുണ്ട്, ഇവിടെ നല്ല കാറ്റുള്ള സമയമാണ്. അത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാഫ്റ്റ് ചിലപ്പോൾ സക്സസ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. മലയാളത്തിൽ ഇങ്ങനെ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് തരുന്നുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അറേബ്യക്കൻ ചെടികൾ, വിത്തുകൾ, എന്തിനും നിങ്ങൾക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിന് എല്ലാറ്റിനും നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പരമാവധി നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആരൊക്കെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റുകൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.